ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷ പാളികളെ കുറിച്ചാണ്. നമ്മൾ അന്തരീക്ഷ പാളികളെ കുറിച്ച് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കറിയാം. ഇതൊന്നും പഠിക്കാതെ, അതായത് അന്തരീക്ഷ പാളികളെ കുറിച്ചൊന്നും അറിയാതെ PSC എക്സാമിന് നമ്മൾ എന്തായാലും പോകാൻ പാടില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യമാണ്. നമുക്ക് ആദ്യം അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ നോക്കി ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. ടെൻഷൻ ഒന്നും ആവണ്ട. ജോഗ്രഫി ടഫുള്ള ആളുകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അത്രയും എളുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിച്ചു വിടാം. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാവുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ ഓരോന്നായിട്ട് കണ്ടു തീർക്കുക. പ്ലേലിസ്റ്റുകളിൽ പോയി ചെക്ക് ചെയ്താൽ പവർ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ടോപ്പിക്സിന്റെ ആയാലും ഓരോ ക്ലാസ്സുകളും അവിടെ കാണാൻ സാധിക്കും. ഓരോന്നും പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ 10th പ്രിലിംസ്, ജൂലൈയിൽ വരുന്ന 10th പ്രിലിംസ് എക്സാം ഉള്ളവർ ആരെങ്കിലും ഇനിയും പ്രിപ്പയർ ചെയ്ത് എവിടെയും എത്തിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് 10th പ്രിലിംസിന് ഒരു 40 days ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ യൂട്യൂബിൽ അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പോയാൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ആ ബാച്ച് എന്നുള്ളത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അതിനെപ്പറ്റി ആദ്യം ഒന്ന് പോയി കാണുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. 40 ദിവസം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പ്രിലിംസ് സിമ്പിളായി ക്രാക്ക് ചെയ്യാൻ പറ്റും. ജൂൺ 1-നാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പൊ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യുക. അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ പോയി ചെക്ക് ചെയ്യുക. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ച് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. പ്രിലിംസ് ഉറപ്പാക്കുക. പ്രിലിംസ് സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റണം. നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു പോവാം. അപ്പൊ അധികമൊന്നും പറയാം, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം അന്തരീക്ഷവാളികൾ എന്താണ്. അന്തരീക്ഷവാളികൾ എങ്ങനെ പഠിക്കണം? അന്തരീക്ഷവാളികൾ ഇത് കണ്ടോ, ഇതാണ് അന്തരീക്ഷവാളികൾ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഈ അന്തരീക്ഷവാളികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിങ്ങൾ കാണുന്നത് എന്താ? അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത്, ഭൂമിയുടെ ഏറ്റവും അടുത്തായിട്ട് കാണപ്പെടുന്നത് അല്ലെ, ഭൂമിയുടെ ഏറ്റവും അടുത്തായി കാണപ്പെടുന്നത് ഇതിൽ ഏതാണ്? നമുക്കൊക്കെ അറിയാതെ ട്രോപ്പോസ്ഫിയർ ആണ്. ഇതാണ് ഏറ്റവും അടുത്തായിട്ട് കാണപ്പെടുന്നത്. എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്നൊക്കെ ചോദ്യം വരും. അതുപോലെ തന്നെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി അല്ലെ, ഇവിടെ അല്ലേ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അന്തരീക്ഷ പാളി, എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും മനസ്സിലാക്കിയാൽ മതി. അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ഇതിൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ ഇതാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, നോക്ക് കണ്ടുപഠിച്ചാൽ പോരെ, ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പൊ ഓപ്ഷനിൽ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ ഒക്കെ തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തല്ല. ഇതിനൊക്കെ മുമ്പായിട്ട് ഏത് കിടക്കുന്നുണ്ട്? ട്രോപ്പോസ്ഫിയർ കിടക്കുന്നുണ്ട്. അപ്പൊ ട്രോപ്പോസ്ഫിയർ ആണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇവിടെ ഒരു മല ഉണ്ട്. ഈ മല നമ്മൾ ഇങ്ങനെ കയറി പോകുമ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കൂടും? എന്താ? തണുപ്പ് കൂടും അല്ലെ. ഊട്ടിയൊക്കെ അതിന് ഉദാഹരണമാണ്. ഊട്ടി, കൊടൈക്കനാൽ അതിനൊക്കെ ഉദാഹരണമാണ്. ഓക്കെ, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. അപ്പൊ മല കയറുമ്പോൾ, അതായത് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഊഷ്മാവ് കുറയും അല്ലെ. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയാണ് ചെയ്യുക. നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും ഉയരം കൂടുന്നതിനനുസരിച്ച്. ഇവിടെയാണ് മല ഉള്ളത് അല്ലെ. മല ഭൂമിയുടെ ഉപരിതലത്തിലാണ്. നമ്മൾ ഈ മലയിലാണ് നമ്മൾ കയറി പോവുക. അപ്പൊ അത് ട്രോപ്പോസ്ഫിയറിന്റെ ഉള്ളിലാണ് അല്ലെ. ട്രോപ്പോസ്ഫിയറിലാണ് ഈ മലയൊക്കെ പെടുന്നത്. അപ്പൊ ഇതിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഊഷ്മാവ് കുറയും. ഓക്കെ, ഊഷ്മാവ് കുറയും. അപ്പൊ എന്താ? തണുപ്പ് കൂടും. ആലോചിച്ചാൽ മതി, തണുപ്പ് കൂടും. എന്നാൽ സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? സ്ട്രാറ്റോസ്ഫിയർ അത് ഉയരം കൂടുന്നതിനനുസരിച്ച് ചൂട് കൂടും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ തണുപ്പ് കൂടും. ഓക്കെ, ഇവിടെ തണുപ്പ് കൂടും, പിന്നെ ഇവിടെ ചൂട് കൂടും. ഇവിടെ പിന്നെയും തണുപ്പ് കൂടും, ഇവിടെ ചൂട് കൂടും. ഓക്കെ, ഇതിൽ ഏറ്റവും തണുപ്പ് കൂടി അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളി എന്നൊക്കെ ചോദ്യം വരുമ്പോൾ അതാണ് മിസോസ്ഫിയർ കേട്ടോ. മിസോസ്ഫിയർ പ്രധാനപ്പെട്ടതൊക്കെ ഇവിടെ തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് പറഞ്ഞുതരാം. ഒന്ന്, ഇതെന്തായാലും ചോദ്യം വരും. ഓരോ 165 മീറ്റർ പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് ഊഷ്മാവ് കുറഞ്ഞു വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എവിടെ?
ട്രോപ്പോസ്ഫിയറിൽ, അതായത് ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളിയാണ് ഈ ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ പാളി, ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ അതേതാണ്, അത് ട്രോപ്പോസ്ഫിയർ ആണ്. എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരും. എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ മതി. ഭൂമിയുടെ ഉപരിതലത്തോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു അല്ലേ? ഇതാ ഭൂമിയുടെ ഉപരിതലത്തോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഈ ട്രോപ്പോസ്ഫിയറിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ഊഷ്മാവ് കുറയും. അതായത് ചൂട് കുറയും, തണുപ്പ് കൂടും. ഊട്ടി ആലോചിച്ചാൽ മതി. നമുക്ക് തണുപ്പ് കൂടുമല്ലോ, ഉയരത്തിലേക്ക് പോകുന്തോറും നമുക്ക് എന്ത് ചെയ്യും? തണുപ്പ് കൂടും. ഓക്കെ, അത് ആലോചിച്ചാൽ മതി. പിന്നെ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ അത് നേരെ തിരിയും. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടും. ഓക്കെ, ഊഷ്മാവ് കൂടും. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും, ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവും കൂടും. ഓക്കെ, അപ്പൊ ഇവിടെ ചൂട് കൂടും, ഇവിടെ തണുപ്പ് കൂടും. ആദ്യം നമ്മുടെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയർ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ അന്തരീക്ഷ പാളി, അതായത് നമ്മൾ സ്ഥിതി ചെയ്യുന്ന മാനവരാശിയുടെ ഭവനം എന്നൊക്കെ അറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിൽ നമുക്കൊക്കെ അറിയാം, നമ്മൾ മലയും കുന്നൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തണുപ്പ് കൂടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് തുടങ്ങിയാൽ മതി. അത് മാത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായാൽ മതി. അത് കഴിഞ്ഞ് ഓരോന്നും ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ട്രോപ്പോസ്ഫിയർ ആണ്, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെ 5 അന്തരീക്ഷ പാളികളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ട്രോപ്പോസ്ഫിയർ, അതിനെ കുറിച്ച് പഠിച്ചല്ലോ. അതെന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയാണ് ചെയ്യുന്നത്. ഉയരം കൂടും, ഊഷ്മാവ് കുറയും. തൊട്ടടുത്ത അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഊഷ്മാവ് കൂടും. ഓക്കെ, ആദ്യത്തേൽ തണുപ്പ് കൂടിയ, രണ്ടാമത്തേൽ ചൂട് കൂടും. ഓക്കെ, പിന്നെ മൂന്നാമത്തേൽ പിന്നെയും തണുപ്പ് കൂടും, നാലാമത്തേൽ പിന്നെയും ചൂട് കൂടും, പിന്നെയും അടുത്തതിൽ എന്ത് ചെയ്യും? തണുപ്പ് കൂടും. ആ ഒരു ഓർഡറിൽ ആലോചിച്ച് വെച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇതിലെന്താണ്? ഉയരം കൂടുന്തോറും, ഓക്കെ, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് തെറ്റാണ്. ഊഷ്മാവ് പറഞ്ഞാൽ നമുക്കറിയാം ചൂട് എന്ത് ചെയ്യാണ്? വർദ്ധിക്കല്ല, ചൂട് കുറയാണ് ചെയ്യുക. നമ്മൾ ഉയരത്തിലേക്ക് പോകുന്തോറും, ഓരോ 165 മീറ്റർ നമ്മൾ കയറുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ കുറയാണ്. ഓക്കെ, ഊഷ്മാവ് കുറയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിലെന്ത് ചെയ്യും? ഊഷ്മാവ് കുറയും. ഊഷ്മാവ് കുറയും അഥവാ തണുപ്പ് കൂടും. ഇവിടെ എന്താണ്? ഊഷ്മാവ് കൂടും. സ്ട്രാറ്റോസ്ഫിയറിൽ ഊഷ്മാവ് കൂടും. സ്ട്രാറ്റോസ്ഫിയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് കേട്ടോ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ചോദ്യം വരാറുണ്ട്. തുളസിയാണ് അല്ലെ? തുളസിയാണ് ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം. നമുക്ക് പഠിക്കാം. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ ആണ് രണ്ടാമത്. നമ്മുടെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിനൊക്കെ സഞ്ചാരപാത എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് സൗകര്യമായ അന്തരീക്ഷ പാളി എന്നൊക്കെ ചോദ്യം വന്ന, അതായത് ഈ ജെറ്റും വിമാനമൊക്കെ പോകാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അത്ര പഠിച്ചു വെക്കുക. ഓക്കെ, അല്ലാതെ കടുകട്ടി വാക്കുകൾ പഠിക്കണ്ട. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ജെറ്റ് വിമാനങ്ങളൊക്കെ സഞ്ചരിക്കാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? അത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. മൂന്നാമതാണ് മിസോസ്ഫിയർ. ഞാൻ പറഞ്ഞു ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ്. ഊഷ്മാവ് കുറയുക പറയുമ്പോൾ എന്താണ്? തണുപ്പ് കൂടുകയാണ്. ഓക്കെ, ഏറ്റവും തണുപ്പ് കൂടിയ അന്തരീക്ഷ പാളി തന്നെ ഓർത്തു വെച്ചോ. ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളിന്ന് ചോദ്യം വരും. ഈ അന്തരീക്ഷ പാളിയാണ്, അതായത് ഈ മിസോസ്ഫിയർ ആണ് ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഉൽക്ക എന്ന് പറയുമ്പോൾ എന്താ? ഒരു തീന്റെ ഒരു ഉണ്ട അല്ലെ? ഒരു തീന്റെ ഉണ്ട ഭൂമിയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ സമയത്ത് ഇവിടെ തണുപ്പുള്ള ഒരു സാധനം ഇതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയല്ലേ? ഓക്കെ, ഇവിടെ നല്ല തണുപ്പുള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ തീന്റെ ഉണ്ട ഇങ്ങനെ വരുമ്പോ, അതായത് ഭൂമിയുടെ അടുത്തേക്ക് ഈ തീന്റെ ഉണ്ട ഇങ്ങനെ വരുമ്പോ ഈ മിസോസ്ഫിയർ എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, ഭൂമിയെ അതിൽ നിന്നും സംരക്ഷിക്കുന്നത്, അതായത് ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഏതെന്ന് ചോദ്യം വന്നാൽ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ഇത്രയും ചൂടുള്ള ഒരു സാധനം നമ്മൾ ഉൽക്ക എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ, പലരുടെയും മനസ്സിൽ അങ്ങനെ ആവും വരുന്നുണ്ടാവുക. ഒരു തീക്കട്ട അങ്ങോട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, അതാണ് ഉൽക്ക എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോ അങ്ങനെ എല്ലാം മനസ്സിലെങ്കിൽ അങ്ങനെ ആലോചിച്ച് വെക്കണം. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഉൽക്ക, അത്രയും ചൂടുള്ള ഒരു സാധനത്തിനെ സിമ്പിളായിട്ട് ഈ തണുപ്പുള്ള വലയം, അതായത് ഏറ്റവും തണുപ്പുള്ള അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളിയായ മിസോസ്ഫിയർ അതിനെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അതിനെ തടയുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. അടുത്ത തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ഊഷ്മാവ് കൂടിയ അന്തരീക്ഷ പാളി. ഏറ്റവും ഊഷ്മാവ് കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യും? തണുപ്പ്. അതായത് ആദ്യം ട്രോപ്പോസ്ഫിയറിൽ തണുപ്പ്, ഇതിൽ ചൂട്, മിസോസ്ഫിയറിൽ തണുപ്പ്, പിന്നെയും ചൂട്. അപ്പൊ ഏറ്റവും ചൂട് കൂടിയത് ഇവിടെ അല്ലേ?
അപ്പൊ ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി മിസോസ്ഫിയർ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയോ? ഇത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പഠിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് എന്ത് കുറഞ്ഞു വരുന്നത്? ഊഷ്മാവ് കുറഞ്ഞു വരുന്നത്. എവിടെ? ട്രോപ്പോസ്ഫിയറിൽ. അതായത് നമ്മൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അല്ലെങ്കിൽ ഏറ്റവും ഊഷ്മാവ് കുറഞ്ഞ അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. രണ്ടാമത്തേതാണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത. ഓക്കെ, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത, സഞ്ചാരത്തിന് ഏറ്റവും സുഗമമായത് ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതായത് ജെറ്റിനും വിമാനത്തിനൊക്കെ പോകാൻ ഏറ്റവും നല്ലത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഏറ്റവും കൂടുതൽ പോകുന്നതും അതിലൂടെയാണ്. ഓക്കെ, സിമ്പിൾ ആണ്. പിന്നെ മിസോസ്ഫിയർ ഞാൻ പറഞ്ഞു തണുത്തതാണ്, അതുകൊണ്ട് തന്നെ ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നു നമ്മൾ പഠിച്ചു. അടുത്തത് തെർമോസ്ഫിയർ ആണ്. ഏറ്റവും ചൂട് കൂടിയ അന്തരീക്ഷ പാളി, ഊഷ്മാവ് ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി, താപം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കിട്ടിയില്ലേ? അടുത്തത് നോക്കാട്ടോ നമുക്ക്. ഇനി ഓരോ പോയിന്റുകളായി പഠിക്കാം. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളി നമ്മൾ പഠിച്ചു. ആദ്യം ട്രോപ്പോസ്ഫിയർ, ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇതിന്റെ വിശേഷണങ്ങൾ പഠിക്കണം. ഒന്ന്, ഭൂമിയുടെ ഭൗമോപരിതലത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിക്കും. പിന്നെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതെന്ന് ചോദിക്കും. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്നതൊക്കെ ഒന്ന് കേട്ടാൽ മനസ്സിലാവും. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് പറയുമ്പോൾ ഭൂമിയുടെ ഏറ്റവും അടുത്താവണം. അതേതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, അത് ക്ലിയർ ആണ്. മേഘങ്ങൾ, മഴ, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു അല്ലെ. മേഘങ്ങൾ, മഴ, കാറ്റ് ഇതൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. നമുക്ക് കാരണം നോക്കുമ്പോൾ കാണുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ മേഘങ്ങൾ, മഴ, കാറ്റ് എന്നീ പ്രകൃതി പ്രതിഭാസങ്ങൾ നടക്കുന്നത് എവിടെയാണ്? അത് ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം എന്നൊക്കെ ഒരുപക്ഷെ ചോദ്യം വന്ന അതേതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഊഷ്മാവിന്റെ കുറവിനെ വിളിക്കുന്നതാണ് എൻവിയോൺമെന്റൽ ലാപ്സ് നിരക്ക്. എന്താണ് എൻവിയോൺമെന്റൽ ലാപ്സ് നിരക്ക് എന്നാണ് എന്തറിയപ്പെടുന്നത്? ഞാൻ പറഞ്ഞു ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയും. നമ്മൾ മല കയറി പോകുമ്പോൾ നമുക്ക് തണുപ്പ് കൂടും. ഓക്കെ, അപ്പൊ ഉയരം കൂടുന്നതിനും ഊഷ്മാവിന്റെ കുറവിനെ വിളിക്കുന്ന പേരാണ് എൻവിയോൺമെന്റൽ ലാപ്സ് നിരക്ക് എന്നത്. എന്താണ് എൻവിയോൺമെന്റൽ ലാപ്സ് നിരക്ക് എന്ന് വിളിക്കുന്നു. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി, അതും ക്ലിയർ ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ എന്ത് താപം കുറഞ്ഞു വരുന്നതിനെ വിളിക്കുന്നത് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെ. ക്രമമായ ഒരു ക്രമം ഉണ്ടല്ലോ, അതായത് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി എന്ന തോതിലാണ്. അപ്പൊ അതെന്താ? ക്രമമായ താപനഷ്ട നിരക്ക്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്നത്, ഇതൊരു കൺഫ്യൂസിങ് ഫാക്ട് ആണ്. ഇവിടെ വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ്. അതിനർത്ഥം ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നല്ല. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്, രണ്ടാമത്തേത്. ഓക്കെ, അപ്പൊ ഇത് കൺഫ്യൂഷൻ വരരുത്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്നത് ജെറ്റ് പ്രവാഹം എന്നാണ്. എന്താണ് ജെറ്റ് പ്രവാഹം? ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ഇതെങ്ങനെയല്ല ചോദ്യം വരിക, ട്രോപ്പോസ്ഫിയറിനെയും. അടുത്തത് ഒരു വട്ടം കൂടെ ഞാൻ ആ ഫോട്ടോയിലേക്ക് ഒന്ന് പോവാണേ. സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ഈ വെള്ള കളർ സ്ഥലം കണ്ടോ? ഓക്കെ, ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന മേഖല എന്നൊക്കെ ചോദ്യം വന്നത് ഏതാണ്? ട്രോപ്പോപാസ് ആണ് കേട്ടോ. എന്താണ് ട്രോപ്പോപാസ്? ഇനി അത് ആലോചിക്കാൻ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഇത് ട്രോപ്പോസ്ഫിയർ ആണ്, നമുക്കൊക്കെ അറിയുന്നത് ഇത് ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, ഇത് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെ എന്ത് ചെയ്യണം? അങ്ങോട്ട്, അതായത് മേലേക്ക് പോവാണ്. ട്രോപ്പോസ്ഫിയറിന് ഇങ്ങോട്ട് പാസ് ചെയ്യണം. ഓക്കെ, പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇത് കടന്നു പോകണം. ഇത് കടന്നു പോകണം. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ട്രോപ്പോപാസ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിന് പാസ് ചെയ്യണം. ഓക്കെ, ട്രോപ്പോപാസ്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം ചോദിക്കുകയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിന് പാസ് ചെയ്യണം. അപ്പൊ സ്ട്രാറ്റോസ്പാസ്. ഓക്കെ, സ്ട്രാറ്റോപാസ് എന്നാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത്. ഇതൊന്നും അവിടെ കൊടുത്തിട്ടില്ലെങ്കിലും പഠിച്ചു വെച്ചോ, സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം.
കണ്ടുപിടിക്കാൻ പറ്റും. ഇത്ര ആലോചിച്ചാൽ മതി. ആദ്യം കൊടുത്തിരിക്കുന്ന സാധനത്തിന്റെയും ഇതിന്റെയും, അതായത് നമുക്ക് ഇതിന്റെ ഓർഡർ അറിയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇനി ഓർഡർ അറിയില്ലെങ്കിൽ ഒരു 3 വട്ടം എന്റെ കൂടെ പറയോ, ഒരു വട്ടം കൂടെ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇങ്ങനെ 5 അന്തരീക്ഷ പാളികളാണ് നമുക്കുള്ളത്. 5 അന്തരീക്ഷ പാളികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഓർഡർ എങ്ങനെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നാണ്. ഇതിൽ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഈ ഭാഗമാണ് എന്ത്? ട്രോപ്പോസ്ഫിയറിന് അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പൊ ട്രോപ്പോ പാസ്. ഇവിടുന്ന് അങ്ങോട്ട് കടന്നു പോകണമെങ്കിൽ എന്താണ്? ഇത് കടന്നു പോകണം. ഓക്കെ, അപ്പൊ ഇതിന് ട്രോപ്പോസ്ഫിയറിന് ഈ വര പാസ് ചെയ്യണം. ട്രോപ്പോസ് പാസ്. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ചോദിച്ചാ സ്ട്രാറ്റോസ്ഫിയറിന് അങ്ങോട്ട് പാസ് ചെയ്യണം. അപ്പൊ സ്ട്രാറ്റോ പാസ്. ഓക്കെ, സ്ട്രാറ്റോസ് പാസ്. ഇനി തെർമോസ്ഫിയറിനെയും എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണെങ്കിൽ ഇവിടെ എന്ത് വരും? തെർമോ ആണ് തുടക്കത്തിൽ. അപ്പൊ തെർമോ പാസ്. ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് നമ്മൾ ആ കണ്ട വെള്ള ഭാഗമാണ് എന്ത്? ട്രോപ്പോപാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയർ ഞാൻ പറഞ്ഞു എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നതാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ. രണ്ടാമത് നമ്മൾ പഠിച്ച അന്തരീക്ഷ പാളി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതാണ്. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ പാളി. അടുത്ത റിപ്പീറ്റിംഗ് സാധനം. ഓക്കെ, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നൊക്കെ ചോദ്യം വന്ന അതേതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പൊ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദ്യം വരും, അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്നൊക്കെ ചോദ്യം വന്നാൽ അതും സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഈ ഓസോൺ ദിനം ഒന്ന് പഠിച്ചു വെച്ചോ. സെപ്റ്റംബർ 16 ആണ് കേട്ടോ. സെപ്റ്റംബർ 16 എന്ത്? ഓസോൺ ദിനം സെപ്റ്റംബർ 16. നമ്മൾ നേരത്തെ പഠിച്ചു ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. ഓക്കെ, ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം തുളസി. ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. പിന്നെ ഓസോണുമായി ബന്ധപ്പെട്ട് ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന അല്ലെ, ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് അല്ലെ. ക്ലോറോ ഫ്ലൂറോ കാർബണുകളാണ് നമ്മുടെ എസിയിൽ നിന്നും റെഫ്രിജറേറ്ററിൽ നിന്നൊക്കെ പുറത്തുവിടുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്തിന് നാശമാകുന്നു? നമ്മുടെ ഓസോണിന് നാശമാകുന്നു അല്ലെ. ഓസോൺ പാളിക്ക് നാശമാകുന്നു. അറിഞ്ഞു വെക്കുക. അപ്പൊ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് സ്ട്രാറ്റോപാസ് അല്ലെ. അതായത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്നതാണ് സ്ട്രാറ്റോപാസ്. അത് കഴിഞ്ഞു പോകുന്നതാണ്. ഇതിന് രണ്ടിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് ഏത്? സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം എന്നാണ് ചോദ്യം വരിക. നമ്മൾ നേരത്തെ പഠിച്ചു, അതാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം നമ്മളിപ്പോ പഠിച്ചതാണ് അല്ലെ, സ്ട്രാറ്റോപാസ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുന്നു. ആദ്യം ട്രോപ്പോസ്ഫിയറിൽ ഊഷ്മാവ് കുറയുന്നു, പിന്നെ സ്ട്രാറ്റോസ്ഫിയറിൽ ഊഷ്മാവ് കൂടുന്നു, മിസോസ്ഫിയറിൽ പിന്നെയും ഊഷ്മാവ് കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയ അന്തരീക്ഷപാളി. ഏതെന്നാണ് ചോദ്യം വരിക? അത് മിസോസ്ഫിയർ ആണ്. പഠിച്ചു വെക്കുക. ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷപാളി. എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക എന്ന് കൂടെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഒന്ന് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി എന്നൊക്കെ ചോദ്യം വരും അല്ലെ. മാനവരാശിയുടെ ഭവനം, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നത്, മഴ, കാറ്റ്, അതുപോലെ തന്നെ മേഘങ്ങൾ എന്നിവയൊക്കെ കാണപ്പെടുന്നത് ഒക്കെ നമുക്കറിയാം. നമ്മുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. അടുത്തത് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത, അതുപോലെ തന്നെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്, ഇതൊക്കെ സ്ട്രാറ്റോസ്ഫിയറിലാണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് മിസോസ്ഫിയർ. ഏറ്റവും തണുപ്പ് കൂടിയത് അല്ലെങ്കിൽ ഊഷ്മാവ് കുറഞ്ഞ, താപം കുറഞ്ഞ അന്തരീക്ഷ പാളി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് മിസോസ്ഫിയർ ആണ്. മിസോസ്ഫിയർ. ഓക്കെ, അപ്പൊ ഉൽക്കകൾ കത്തിച്ചാരമാകുന്നു. ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളി, അതൊന്നും ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അതായത് മിസോസ്ഫിയർ ആണ് ആദ്യം, പിന്നെയാണ് തെർമോസ്ഫിയർ. അപ്പൊ മിസോസ്ഫിയറിന് അങ്ങോട്ട് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ മിസോപാസ്. ഓക്കെ, മിസോപാസ് ആണ്.
മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് മിസോപാസ്. കിട്ടും. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളി. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസന്റ്. നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. മിസോസ്ഫിയറിലെ നോക്ടിലുസന്റ് മേഘങ്ങളാണ് കാണപ്പെടുന്നത്. എന്താണ്? നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്നു. മുത്തുകളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഏതാണ്? നാക്രിയസ് മേഘങ്ങളാണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസന്റ് മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മിസോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി. ഇതൊക്കെ നമ്മൾ തുടക്കത്തിലെ പഠിച്ച കാര്യമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി, നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടാവും. അടുത്തത് തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയറിന്റെ ഒരു താഴ്ന്ന ഭാഗം കൂടെ നമുക്ക് പഠിക്കാൻ കേട്ടോ. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നത്, അതായത് തെർമോസ്ഫിയറിൽ താഴ്ന്ന ഭാഗം അറിയപ്പെടുന്നതാണ് അയണോസ്ഫിയർ. നമുക്ക് പഠിക്കാം. മിസോസ്ഫിയറിന് തൊട്ടുമുകളിലും എക്സോസ്ഫിയറിന് താഴെയുമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏകദേശം 85 കിലോമീറ്ററിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു. തെർമോസ്ഫിയറിന്റെ ഉപരിഭാഗമാണ് തെർമോപാസ്. നമ്മൾ പഠിച്ചു. തെർമോസ്ഫിയറിനെയും ഏതിനാണ്? എക്സോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് തെർമോപാസ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഓക്കെ, അതായത് നമുക്ക് എക്സോസ്ഫിയറിന് മുമ്പിലായിട്ട് ഇത് പഠിച്ചു വെക്കണം. കാരണം തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമായി കാണപ്പെടുന്നു. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം. ചാർജ് ഉള്ള കണികകൾ അധികമായി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിന്റെ ഭാഗം. അതായത് ചാർജ് ഉള്ള കണികകൾ അധികമായി കാണപ്പെടുന്ന തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികൾ, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്നത് പഠിച്ചാൽ കേട്ടോ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. ഇനി അയണോസ്ഫിയർ അവിടെ തരാതെ തെർമോസ്ഫിയർ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അവിടെ തെർമോസ്ഫിയർ ആണ് ഉത്തരം വരുന്നത്. കാരണം തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ. അപ്പൊ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി എന്ന് ചോദ്യം വന്നാൽ ഏതാണ് ആൻസർ വരിക? അയണോസ്ഫിയർ ആണ് ആൻസർ വരിക. അയണോസ്ഫിയർ നിങ്ങൾക്ക് ഓപ്ഷനിൽ തന്നിട്ടില്ലെങ്കിൽ തെർമോസ്ഫിയർ ആണ് ആൻസർ വരിക. അത് എന്തുകൊണ്ട് വന്നു നമ്മൾ പഠിച്ചല്ലോ. അതായത് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത്. ഇതിപ്പോ തെർമോസ്ഫിയർ, ഈ ഭാഗമാണ് തെർമോസ്ഫിയർ എന്ന് വെക്കുക. ഇതിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ഭാഗമാണ് അയണോസ്ഫിയർ. ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇതൊക്കെ തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ്. അതിലെ താഴ്ന്ന ഭാഗം അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്ന് മാത്രം. ഈ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അതായത് അയണോസ്ഫിയറിലായിട്ടാണ്. അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത്. ഇനി ഓപ്ഷനിൽ അയണോസ്ഫിയർ അപ്പൊ തന്നില്ലെങ്കിൽ അയണോസ്ഫിയർ എന്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമല്ലേ. അപ്പൊ തെർമോസ്ഫിയർ ആൻസർ വരുള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ ആണ്. അപ്പോ ചാർജുള്ള കണികകൾ അധികമായി കാണപ്പെടുന്ന തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലാണ്. ഉയരം 80 മുതൽ 300 കിലോമീറ്റർ വരെ. 80 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ഉയരം. ജസ്റ്റ് അറിഞ്ഞു നോക്ക്. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം ചോദ്യം വരാറുണ്ട്. ഒന്ന് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് ചോദ്യം വരും. അതല്ലെങ്കിൽ അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം എന്നൊക്കെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. വൈദ്യുതി കടത്തിവിടുന്ന മേഖല, ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗം. അറോറ എന്ന പ്രതിഭാസവും തെർമോസ്ഫിയറിന്റെ ഈ ഭാഗത്താണ്. അറോറ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അറോറ എന്ന പ്രതിഭാസവും തെർമോസ്ഫിയറിന്റെ ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. അറോറ എന്ന പ്രതിഭാസവും തെർമോസ്ഫിയറിന്റെ ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. എവിടെ? അയോണോസ്ഫിയറിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അയോണീകരണം നടക്കുന്ന അതാ കിട്ടും. അയണോസ്ഫിയർ, അയോണീകരണം സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം, വൈദ്യുതി കടത്തിവിടുന്ന മേഖല, അതുപോലെ തന്നെ ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗം. ഇതൊക്കെ ഏതാണ്? ഇതൊക്കെ അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമായിട്ടുള്ള അയണോസ്ഫിയറിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ. ഒരു വട്ടം കൂടെ അയോണീകരണം നടക്കുന്നത്, അതുപോലെ തന്നെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം, അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം, വൈദ്യുതി കടത്തിവിടുന്ന മേഖല, ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗം. അറോറ എന്ന പ്രതിഭാസവും തെർമോസ്ഫിയറിന്റെ ഈ ഭാഗത്താണ് കാണപ്പെടുന്നത്. അറോറ എന്ന പ്രതിഭാസം ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത് ചോദ്യം വരും. അപ്പൊ അതും പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ അയണോസ്ഫിയറിലാണ്. ഇനി എക്സോസ്ഫിയർ, അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ പാളിയാണ് അല്ലെ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന പാളി, അതായത് അവസാനമായിട്ട് നമ്മൾ പഠിച്ചത്. ആദ്യം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എക്സോസ്ഫിയർ ആണ്. ഓക്കെ,
ഇവിടെ ഭൂമി ഉണ്ടെങ്കിൽ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഓക്കെ, എക്സോസ്ഫിയർ. അപ്പൊ ഈ ഏറ്റവും അവസാനമായി കാണപ്പെടുന്നത് ഏതാണ്? അത് എക്സോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ, അങ്ങനെ പോകുമ്പോൾ ഏറ്റവും മുകളിലത്തെ അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ മുകളിലാണ് ഏത്? എക്സോസ്ഫിയർ കാണപ്പെടുന്നത്. ബഹിരാകാശത്തിന്റെ തുടക്കം, ഇത് പഠിച്ചു വെക്കണം. ബഹിരാകാശത്തിന്റെ തുടക്കം അത് പഠിച്ചു വെക്കാനൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ തന്ന ഫോട്ടോ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക. അതായത് ബഹിരാകാശം തുടങ്ങുന്നത് ഈ അന്തരീക്ഷപാളി കഴിഞ്ഞു പോയാലാണ്. അപ്പൊ ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ ആണ് ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ അന്തരീക്ഷ പാളികൾ? ഇപ്പൊ മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമാണെന്ന്. ആദ്യം ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിച്ചു. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്തു പോവാ. ട്രോപ്പോസ്ഫിയറിനെ കുറിച്ചാണ് ആദ്യം പഠിച്ചത്. ഒരു വട്ടം കൂടെ ഫോട്ടോ പറഞ്ഞുതരാം. കഴിഞ്ഞില്ലേ? എക്സോസ്ഫിയറിൽ കുറച്ചും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഞാൻ ഫോട്ടോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ മൂലക തന്മാത്രകളാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഹൈഡ്രജൻ, ഹീലിയം തുടങ്ങിയ മൂലക തന്മാത്രകളാണ് ഇവിടെ എക്സോസ്ഫിയറിൽ പ്രധാനമായും കണ്ടുവരുന്നത്. ആറ്റങ്ങളും തന്മാത്രകളും വളരെ അകന്നാണ് കാണപ്പെടുന്നത്. ആറ്റങ്ങളും തന്മാത്രകളും വളരെ അകന്നാണ് എവിടെ കാണപ്പെടുന്നത്? എക്സോസ്ഫിയറിൽ കാണപ്പെടുന്നത്. ഓക്കെ, ബഹിരാകാശ വാഹനങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും സഞ്ചാര പദം എക്സോസ്ഫിയറിന്റെ മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള മേഖലകളിലാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫോട്ടോ കണ്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വേഗം ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് ഭൗമോപരിതലത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ഈ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഭാഗം. ഓക്കെ, ഇതാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നു. മഴ, കാറ്റ് എന്നിവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ഇതൊക്കെ ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അല്ലെ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതും ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത, അല്ലെ, ജെറ്റ് പ്രവാഹം എവിടെയാണ്? ജെറ്റ് പ്രവാഹം, അതായത് ട്രോപ്പോസ്ഫിയറിലെ വായു പ്രവാഹമാണ് എന്തറിയപ്പെടുന്നത്? ജെറ്റ് പ്രവാഹം എന്നറിയപ്പെടുന്നത്. എന്നാൽ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരപാത എന്ന് ചോദ്യം വന്നാൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതാണ്? ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതെന്ന് ചോദ്യം വരും. അത് തുളസിയാണ്. പിന്നെ മിസോസ്ഫിയർ, ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷപാളി, ഏറ്റവും തണുപ്പ് കൂടിയതാണ്. പിന്നെ ഇതിന്റെയൊക്കെ ഇടയിൽ നമ്മൾ പഠിച്ചു ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിന് പാസ് ചെയ്യണം. ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ്, തെർമോപാസ്, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതും പഠിച്ചു കഴിഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ടത് ഇത് ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇത് ഏറ്റവും താപം കൂടിയ അന്തരീക്ഷപാളി, ഊഷ്മാവ് ഏറ്റവും കൂടിയ അന്തരീക്ഷപാളി. ഇതാണ് ഏറ്റവും കുറഞ്ഞത്, അതായത് തണുത്ത അന്തരീക്ഷപാളി ഉൽക്കകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇതാണ് ബഹിരാകാശത്തിന്റെ തുടക്കം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ ബഹിരാകാശമായി. ഓക്കെ, അപ്പൊ ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് എക്സോസ്ഫിയർ ആണ്. അതിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. അല്ലെ, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത്, അയോണീകരണം നടക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങള് ക്ലിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ നമ്മൾ പഠിച്ചു, സ്ട്രാറ്റോപാസ് കിട്ടു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് പഠിച്ച ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചെടുത്തല്ലോ. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി ഇടക്കൊന്ന് നിങ്ങൾ റിവിഷൻ ചെയ്താൽ മതി. അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. ഇടക്കൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുക. പിന്നെ എൻ്റെ ഏതെങ്കിലും മാരത്തോൺ ക്ലാസ്സുകളിലേക്ക് ആണെങ്കിൽ ഞാൻ എന്തായാലും റിവിഷൻ ചെയ്ത് പോകും. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ തന്നെ നന്നായി തന്നെ റിവിഷൻ ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസം എപ്പോഴും റിവിഷൻ ആയിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക. പിന്നെ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അതുവരെ നിങ്ങൾ എന്തൊക്കെ PSCയുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടോ അതൊക്കെ റിവിഷൻ ചെയ്യുക. കാരണം പഠിച്ച കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടെ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് ഓരോ ടോപ്പിക്സും നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഒപ്പം തന്നെ PSC പഠിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകരിക്കുന്നു നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം, നിങ്ങൾ കാരണം അവർക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രം, ഇത് ഉപകാരപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾ ഏത് സമയത്താണോ ഈ ക്ലാസ് കാണുന്നത് ആ സമയത്തൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ബാച്ച് അവൈലബിൾ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആവും. അപ്പൊ നോക്കുക, താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.